ഇതെവിടെയാണ്? ഇന്നലെ രാത്രിയിൽ നമുക്ക് ഓർമ്മ വന്നിരിക്കുന്നു. വളരെ വലിയൊരു മത്തങ്ങ നമ്മുടെ നേരെ ഉരുണ്ടു വന്ന് നമ്മെ വിഴുങ്ങി അതിന്റെ വയറ്റിലെത്തിച്ചു. എന്നാൽ അതിനുശേഷം അത് വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടിരുന്നു. പിന്നീട് നമുക്ക് യാതൊന്നും ഓർമ്മയില്ല. ഇതെന്താ ഇത്? നാം മത്തങ്ങയ്ക്കുള്ളിലാണോ പുറത്താണോ ഉള്ളത്? എന്താ ഇത്? ഇതെന്താ ഇത്? നാം ഈ അത്ഭുത മത്തങ്ങയ്ക്കുള്ളിൽ പെട്ടുപോയോ? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും നമ്മെ ഇവിടെ നിന്ന് പുറത്തെത്തിക്കൂ. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? നമ്മെ ഇവിടെ നിന്ന് പുറത്തെത്തിക്കൂ. നാം ഇവിടെ അകപ്പെട്ടിരിക്കുകയാണ്. ഇതെന്ത് വിചിത്രമായ സ്ഥലമാണ്. നാം ഉള്ളിലാണ്, എന്നാൽ നമുക്ക് പുറത്തുള്ള കാഴ്ചകളും കാണാൻ കഴിയുന്നു. ആരെങ്കിലും ഉണ്ടോ? നമ്മെ ഇവിടെ നിന്ന് പുറത്തെത്തിക്കൂ. ആരെങ്കിലും ഉണ്ടോ? മത്തങ്ങ, നീ ഇപ്പോഴെന്താണ് കൊണ്ടുവന്നത്? ഇതൊരു മനുഷ്യനാണെന്ന് തോന്നുന്നല്ലോ. അതെ, അതെ, നാം മനുഷ്യനാണ്. ദയ കാട്ടിയാലും നമ്മെ ഇവിടെ നിന്ന് പുറത്തെത്തിച്ചാലും നാം ഇവിടെ പെട്ടുപോയതാണ്. നമ്മെ ഇവിടെ നിന്ന് പുറത്തിറക്കും. വലിയ ബുദ്ധിമുട്ടായല്ലോ. രാത്രിയില് വയറ് നിറച്ച് പച്ചക്കറി കൊണ്ടാണല്ലോ വരുന്നത്. ഇന്നൊരു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവന്നോ? അത് മാത്രമല്ല, ഒരു ജീവനുള്ള മനുഷ്യൻ. ഇതറിഞ്ഞ കുങ്കിനി മുത്തശ്ശി നമ്മളെ കൊന്നുകളയും. അല്ല, നോക്ക്, ഈ പാവം പെൺകുട്ടി എത്ര നിഷ്കളങ്കയാണ്. വല്ലാതെ ഭയന്നെന്ന് തോന്നുന്നു. കൂടുതൽ കാരുണ്യം കാണിക്കരുത്. നിന്റെ തലച്ചോറെ മുട്ടുകാലിലാണ്. നിക്ക്, നാം പോയി കുങ്കിനി മുത്തശ്ശി വേഗം വിളിച്ചോണ്ട് വരാം. ഇപ്പൊ വിളിക്കരുത്. കുങ്കുനി മുത്തശ്ശിയെ ഇപ്പൊ അറിയിക്കേണ്ട കാര്യമില്ല. അല്ല, ഇപ്പൊ തന്നെ അറിയിക്കണം. ഞാൻ ഇപ്പൊ തന്നെ പോയി പറയാം. അവരോട് നമുക്ക് പിന്നീട് പറയാം. ഇല്ല, ഞാൻ അവരുടെ അടുത്ത് പോവും. ഇപ്പൊ തന്നെ വിളിച്ചോണ്ട് വരും. നിന്നെ ഞാൻ പോകാൻ അനുവദിക്കില്ല. മാറാനോ പറഞ്ഞു. എന്റെ വീട് ഞാൻ പോയി പറയും. ഇപ്പൊ തന്നെ എനിക്ക് അറിയിക്കണം. പിന്നീട് കളിച്ചോളൂ. ആദ്യം നമ്മെ ഇവിടെ നിന്ന് പുറത്തിറക്കൂ. നമ്മെ ഇവിടെ നിന്ന് പുറത്തിറക്കൂ. നിങ്ങൾക്ക് കേൾക്കാമോ? പെൺകുട്ടി, എന്ത് ശബ്ദം ഉണ്ടാക്കുന്നേ? മിണ്ടായിരിക്കേ. അങ്ങനെ പറയുന്നത് എന്തിനാ? അകത്ത് നമ്മുടെ ഭക്ഷണം വെച്ചിട്ടുണ്ട്. ആ ഭക്ഷണം കാനം മോശമായി കഴിഞ്ഞാൽ നിനക്കുള്ള ശിക്ഷ ഞാൻ തന്നിരിക്കും. നീ എവിടെ നിന്ന് വന്നിട്ടാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്? നമ്മളെ പച്ചക്കറികളും പഴങ്ങളും എല്ലാം അവിടെ മോശമാക്കിയില്ലേ? നാം നമ്മുടെ ഇഷ്ടപ്രകാരം വന്നതൊന്നുമല്ല. നമ്മെ ഈ വിചിത്രമായ മത്തങ്ങയാണ് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്. നമുക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. നമ്മെ ഇവിടെ നിന്ന് പുറത്തിറക്കൂ. നമ്മെ വേഗം തന്നെ പുറത്തിറക്കൂ. നാം പറയുന്ന ഒന്ന് കേക്ക്. നിന്നെ പുറത്തിറക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. നീ അല്പം കാത്തിരുന്നേ പറ്റൂ. ആ കുങ്കുനി മുത്തശ്ശി ഇവിടേക്കൊന്ന് വന്നോട്ടെ. അപ്പൊ ഒരു തീരുമാനമാകും. തീരുമാനം എന്ന് പറഞ്ഞ എന്ത് തീരുമാനം അവരെടുക്കുന്നത്? തീരുമാനം എന്ന് പറഞ്ഞ, നീ ജീവിതകാലം മുഴുവൻ ഈ കെണിക്കുള്ളിൽ ജീവിക്കേണ്ടി വരുമോ, അതോ കുങ്കുനി മുത്തശ്ശി നിന്നെ പുറത്തിറക്കുമോ എന്നുള്ള കാര്യം. ഇതെല്ലാം കുങ്കുനി മുത്തശ്ശിയാ തീരുമാനിക്കുന്നത്. കുങ്കുനി മുത്തശ്ശി? ഇനി ആ മുത്തശ്ശി ആരാ? അവരുടെ മുടിയിൽ ജട കെട്ടിക്കഴിഞ്ഞു. അതുപോലെ വടിയും വളഞ്ഞിരിക്കുന്നു. അവര് തന്നെയാണ് ഞങ്ങളുടെ കുങ്കിനി മുത്തശ്ശി. ആരാണ്? പറയൂ, ആരാണ്? ഇന്നത്തെ വിഭവങ്ങൾ എന്താണെന്ന് കാണിക്കൂ.